അയ്യോ, സംസാരത്തിനിടയിൽ സ്ഥലകാല ബോധം ഇല്ലാതായിപ്പോയി. എന്നെ ഇങ്ങനെ കണ്ട തീർന്നത് തന്നെ. ഇവനിതെവിടെ പോയി? കണ്ണാ, 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 കണ്ണാ. വീൽ ചെയറില്ലാതെ ഇവനിത് എങ്ങോട്ടാ പോയത്? എടാ മോനെ, എടാ എടാ, അവനെ ആ മുറിയിൽ എങ്ങും കാണുന്നില്ല. അവന്റെ വീൽ ചെയർ ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാഷ്റൂമിലോ മറ്റോ പോയതാണോ? എടാ, വാഷ്റൂമിലും വീൽ ചെയർ ഇല്ലാതെ പോകാൻ പറ്റുമോ? കണ്ടില്ലേ വീൽ ചെയർ? എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്ക. അയ്യോ, എനിക്ക് വയ്യ. അയ്യോ, ഉണ്ണി, കണ്ണാ. അയ്യോ, എടാ മോനെ, നീ എപ്പോഴാടാ ഇവിടെ വീണേ? ചോദ്യങ്ങൾ ചോദിക്കാതെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കും ഉണ്ണി. ഉണ്ണി പിടിക്കടാ. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഇപ്പൊ ആൾക്കാരുണ്ടല്ലോ, അവരെ വിളിക്കും. എടാ എടാ ഉണ്ണി, ഉണ്ണി, എടാ ഉണ്ണി. മോനെ, എനിക്ക് പതുക്കെ. ചായ ആയിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോ നിന്നെ കാണാനില്ലായിരുന്നല്ലോ. പക്ഷെ നീ വിളി കേട്ടതുമില്ല. കട്ടിലിൽ നിന്ന് താഴെ വീണത് ഓർമ്മയുള്ളൂ. പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല. ബോധം പോയെന്നാ തോന്നുന്നേ. എടാ മോനെ, തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമല്ലോ ഉണ്ടോ? നല്ല വേദനയുണ്ട്. മുഴച്ചിട്ടില്ല. ഓ, എന്നാലും അമ്മയുടെ മോന്റെ നിലപാട് കൊള്ളാൻ കേട്ടോ. മനുഷ്യത്വം ഇല്ലാത്തവരോട് മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ല. അവനെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്താക്കാം. അയ്യോ, പിന്നെ ഞാനതിന് തുനിയാത്തത് മറ്റു പല മുഖങ്ങളും ഓർത്തിട്ടാ. എന്റെ ഭാര്യയുടെ അനിയത്തിയാണല്ലോ അവൻ കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. എടാ മോനെ, അവനെ ജോലിന്ന് പറഞ്ഞു വിട്ടതോടെ അവനാകെ മനം മടുത്ത് നടക്കുവാടാ. മനം മടുത്ത് നടക്കുന്നവന് മാസം എണ്ണി കൊടുക്കുന്നുണ്ടല്ലോ. അത്രയും കരുണ കാട്ടുന്ന അവന്റെ ഏട്ടനെന്ന് വീണ് കിടക്കുമ്പോ എന്റെ കൈപിടിച്ച് ഉയർത്താനുള്ള മനസ്സുപോലും അവനില്ല. അങ്ങനെ ഒരുത്തനെയാ ഞാനായിട്ട് തീറ്റിപ്പോറ്റുന്നത്. എന്നാലും എന്റെ കണ്ണാ, ഞാൻ ഈ മുറിയിൽ വന്ന ശേഷേ ഞാൻ ഇവിടെയൊക്കെ നോക്കിയതാ. അപ്പോഴെങ്ങും നിന്നെ ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ. എന്നാ അമ്മ വന്ന ശേഷം ഞാൻ മാഞ്ഞു പോയി കാണും.